ഹായ് ഡിയേഴ്സ്, എല്ലാവരും സുഖമായിരിക്കുന്നോ? ഇന്നലെ ഒരു ബുക്ക് വായിച്ചു. അപ്പോൾ അതിൻ്റെ വിശേഷം എല്ലാവരോടും കൂടി ഒന്ന് പങ്കുവയ്ക്കാമെന്ന് വിചാരിച്ചു. എഴുതിയിരിക്കുന്ന ആളും എനിക്കറിയാവുന്ന ആളാണ്. നമുക്ക് ഓരോരുത്തർക്കും പ്രിയപ്പെട്ട ഒരാളാണ്. അപ്പോൾ ബുക്ക് വായിക്കും, അഭിപ്രായം പറയുന്നത് ഞാൻ വാക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ കുറച്ച് വൈകിപ്പോയി. അപ്പോൾ ആ വൈകിയതിന് എഴുത്തുകാരിയോട് ക്ഷമ ചോദിക്കേണ്ട. എന്താണ് വൈകിയെന്ന് എനിക്കറിയില്ല കേട്ടോ. അങ്ങനെ വൈകി, ഓരോ നിയോഗമാണല്ലോ ഒരു ബുക്ക് നമ്മളിലേക്ക് എത്തലും അത് വായിക്കാൻ പറ്റലും ഒക്കെ. അപ്പോൾ ബുക്കിൻ്റെ പേര് ഒറ്റയ്ക്കൊരു പെൺകുട്ടി. ഒറ്റയ്ക്കൊരു പെൺകുട്ടി എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് അത്രയും ഭീതിപ്പെടുത്തുന്നതും അത്രയും ശക്തിപ്പെടുത്തുന്ന ഒരു വാചകമില്ല. അറിയാമല്ലോ, നമ്മൾ പെൺകുട്ടികൾക്കെല്ലാവർക്കും, ഓരോ പെണ്ണുങ്ങൾക്കും സ്ത്രീകൾക്കും അറിയാം ഒറ്റയ്ക്കൊരു പെൺകുട്ടി അത് എത്രത്തോളം നമ്മളെ ശക്തിപ്പെടുത്തുകയും ഭീതിപ്പെടുത്തുകയും ചെയ്യുന്നുണ്ടെന്ന്. അപ്പോൾ എഴുതിയിരിക്കുന്നത് എനിക്കും നമുക്കും എല്ലാം പ്രിയപ്പെട്ട ഡെയ്സി NS ആണ്. നമ്മുടെ ഡെയ്സി ചേച്ചിയാണ്. കുറച്ച് നല്ല കഥകളാണ് വന്നിരിക്കുന്നത്. ആദ്യത്തെ കഥ ഒറ്റയ്ക്കൊരു പെൺകുട്ടി എന്ന് തന്നെയാണ്. ആഴത്തിലുള്ള കഥകളാണ് ഓരോന്നും. അപ്പം കുറേ കാലത്തിന് ശേഷം റഷ്യൻ പശ്ചാത്തലത്തിലൊരു കഥ വായിക്കാൻ പറ്റി എന്നുള്ളതാണ്. ഒറ്റയ്ക്കൊരു പെൺകുട്ടിയിൽ, റഷ്യയിൽ നമ്മുടെ നാട്ടിൽ നിന്നുള്ളൊരു പെൺകുട്ടി. നല്ലൊരു കഥയാണ് ഒറ്റയ്ക്കൊരു പെൺകുട്ടി. പിന്നെ അടുത്തൊരു കഥ തിരിച്ചുപോക്കും ആ പേരിൽ തന്നെയുണ്ട് ഒരു വേദന അല്ലേ, തിരിച്ചുപോക്ക്. മാതൃകയില്ലാതെ മാതൃകയാകുന്ന ഹരീഷ്, എന്താ അല്ലേ, നല്ല വാചകങ്ങളാണ് അതെല്ലാം. പിന്നെ സമീന എന്നാണ് നായികയുടെ പേര്. ആ കഥ, ഓരോ കഥയും വായിച്ചിട്ട് ഞാൻ കുറച്ച് നേരം ബുക്ക് മാറ്റി വെച്ചിരുന്നു. അതിനെക്കുറിച്ചൊക്കെ ആലോചിച്ചു. കുറച്ച് മനസ്സ് ഭാരപ്പെട്ടു, കുറച്ച് സന്തോഷിച്ചു. അങ്ങനെ പല ഫീലിങ്ങിൽ കൂടി പോകുന്നുണ്ട് ഓരോ കഥകളും. പിന്നെ കിനാക്കളൊഴിഞ്ഞ് അതിൽ കോളേജ് രാഷ്ട്രീയം വരുന്നുണ്ട്. അതിൽ മുരുകേശൻ കുറച്ച് വേദനിപ്പിച്ചു. കോളേജ് രാഷ്ട്രീയം അതിൻ്റെ അത് കഴിഞ്ഞ് ഞാൻ ബുക്ക് കുറച്ച് നേരം മാറ്റി വെച്ചിരുന്നു. അങ്ങനെ നല്ല കഥകളാണ്. ചിലപ്പം എന്താ പറയുക, ചേച്ചിയുടെ ജീവിതത്തിലെ ഒഫീഷ്യലും വീട്ടിലേക്ക് തിരക്ക് കുറച്ച് കുറവായിരുന്നെങ്കിൽ ചിലപ്പോൾ ചേച്ചി ഇതിലും കൂടുതൽ കഥകളൊക്കെ എഴുതിയേനെ, കുറച്ച് കൂടുതൽ ബുക്കുകൾ എഴുതിയേനെ, കുറച്ചുകൂടി എഴുത്തുരംഗത്ത് പ്രശസ്തയായേനെ എന്നൊക്കെ എനിക്ക് തോന്നി. അല്ല, ഓരോ ജീവിതം ഓരോ കഥകളാണല്ലോ, അങ്ങനെയും തോന്നി. അപ്പം ചേച്ചിക്ക് ഇനി തുടരെഴുത്തിനും ആശംസകൾ. ഇനി എഴുതണം, എല്ലാവരും വായിക്കണം, ഈ കഥകളൊക്കെ വായിക്കണം, അഭിപ്രായം പറയണം. ഇത്ര നല്ലൊരു ബുക്കാണ്, കുഞ്ഞു ബുക്കാണ്. പുലിസ്റ്റർ ബുക്സാണ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. വില 100 രൂപയാണ്. അപ്പോൾ ഓക്കെ, എല്ലാവർക്കും താങ്ക് യു.